Hi friends, ഇന്ന് നമ്മൾ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണിത്. ഇതിനു മുന്നേ ഞാൻ ഒരു ബോട്ടിൽ ആർട്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ബോട്ടിൽ വേണം. ഞാനിവിടെ ഗ്ലാസ് ബോട്ടിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബോട്ടിലിൽ ആദ്യം തന്നെ വൈറ്റ് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ അക്രിലിക്കിൻ്റെ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും വൈറ്റ് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോട്ടിലിൽ മുഴുവനായിട്ടും വൈറ്റ് പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായി കുറച്ച് ഗ്രീൻ കളർ, അതുപോലെ തന്നെ കുറച്ച് ലെമൺ യെല്ലോ കളർ, രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി കളർ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഞാനിതുപോലൊരു സ്പോഞ്ചാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ച് ചെയ്യാം. സ്പോഞ്ച് ഇല്ലാന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ടും ഇതുപോലെ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പെയിൻറ് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒരിക്കലും കൂടിപ്പോയത്, കുറച്ച് വെള്ളം മാത്രം മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇതുപോലെ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി വെക്കുക. ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്കിനി അടുത്ത പണി ചെയ്യാം. ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ അല്പം വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറിയ ലീഫ് വരച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വളരെ തിന്നായിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. രണ്ട് ലീഫിൻ്റെ ഇടയിലായി ഇതുപോലെ ഓരോ ലീഫ് വരച്ച് കൊടുക്കാം. അതുപോലെ ഈ ബോട്ടിൽ മുഴുവനായിട്ട് നമുക്ക് ലീഫ് വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചെറുതായി ലീഫിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വേറെ ഏതെങ്കിലും ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നായി നിങ്ങൾ അപ്ലൈ ചെയ്ത പെയിൻറ് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചെടുക്കാം.
ബോട്ടിൽ മുഴുവനായിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിൻ്റെ മുകളിലായി ഇതുപോലെ ഗ്രീൻ കളറിലുള്ള ഒരു നൂലാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. കയ്യിൽ ചെറിയ റിബൺ ഉണ്ടെങ്കിൽ ഈ നൂലിന് പകരമായിട്ട് റിബൺ വെച്ച് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര എളുപ്പത്തിൽ നമ്മൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്തെടുത്തതെന്ന്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിതിൽ ലീഫിന് പകരം ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്